കൊച്ചിയിൽ പുതുവത്സര ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ. ഫോർട്ട് കൊച്ചിയിൽ 2 ഇടങ്ങളിൽ പപ്പാഞ്ഞി കത്തിക്കും. 1200 പോലീസുകാരെ ഫോർട്ട് കൊച്ചിയിൽ മാത്രം വിന്യസിക്കാനാണ് തീരുമാനം. പുതുവത്സരാഘോഷം നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലെ വെള്ളി മൈതാനത്ത് ക്രിസ്മസ് ദിനത്തിൽ തന്നെ എത്തിയ വൻ ജനക്കൂട്ടം കണ്ട് ഏവരും അമ്പരന്നു. ഡിസംബർ 31 രാത്രി അതിലേറെ എത്തുമെന്നാണ് നിഗമനം. ആയതിനാൽ സുരക്ഷയും സജ്ജീകരണങ്ങളും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ 2 ഇടങ്ങളിലാണ് ഇത്തവണ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. വെള്ളി മൈതാനത്തും പരേഡ് ഗ്രൗണ്ടിലും. പ്രാദേശികമായി നടക്കുന്ന മറ്റാഘോഷങ്ങളും തിരക്ക് കുറയ്ക്കാനാകുമെന്നാണ് കരുതുന്നത്. തൃക്കാക്കര, പള്ളുരുത്തി, മറൈൻ ഡ്രൈവ്, പുതുവൈപ്പൻ എന്നിവിടങ്ങളിലെല്ലാം പുതുവത്സരാഘോഷങ്ങളുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1200 പോലീസുകാരെ വിന്യസിപ്പിക്കും. ഏകദേശം 1200 ആൾക്കാരുടെ പോലീസുകാരുടെ ഒരു ബന്ദോബസ്ത് സ്കീം ഉണ്ടാക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് ആൾറെഡി കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു ക്രമീകരണം നമ്മൾ ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് 2 ഇടങ്ങളിലും പ്രത്യേക പവലിയൻ ഉണ്ടാകും. ആംബുലൻസ്, ഫയർഫോഴ്സ് സേവനങ്ങൾ ഉറപ്പാക്കും. അട്ടിമറി സാധ്യത ഒഴിവാക്കുന്നതിനായി മുൻകരുതലുകൾ ഉണ്ടാകും. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ പരിശോധന നടത്തും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാൻ വാഹന പരിശോധന കർശനമാക്കും. നമ്മൾ ആൻറ്റി സബട്ടേജ് ചെക്കിംഗ് ചെയ്യും. ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് മറ്റ് ഇവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്കിംഗ് നടത്തുന്നുണ്ട്. ആൾറെഡി എല്ലാ ദിവസം ഇന്നലെ ഉൾപ്പെടെ നമുക്കൊരു കോമ്പിംഗ് പോലെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, ഡ്രഗ്സിൻ്റെ എല്ലാം പിടിക്കാൻ വേണ്ടിയുള്ള തെരച്ചിലുകൾ നടത്തുന്നുണ്ട്. അന്നും പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യും. ഡിസംബർ 31 ഫോർട്ട് കൊച്ചിയിലേക്ക് ഉച്ചയോടെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പാർക്കിംഗ് സൗകര്യം 28 ഇടങ്ങളിൽ. സ്വകാര്യ KSRTC ബസ് സർവീസുകളും പരിഗണനയിലുണ്ട്. ജനം, കൊച്ചി.